ഷാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട മാത്യു ഡാനിയൽ അച്ഛൻ കടന്നു വന്നിട്ടുണ്ട്. അച്ഛാ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. മലയാളി ക്രൈസ്തവ സമൂഹം പാടിപ്പതിഞ്ഞ അനേകം പ്രശസ്തവും അനുഗ്രഹപ്രദവുമായ ഗാനങ്ങളാണ് നാം ഇവിടെ അവതരിപ്പിക്കുകയും അപഗ്രഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം അനുഗ്രഹപ്രദമാകത്തക്ക രീതിയിൽ വിവിധ ദേശങ്ങളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുമൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളും നന്ദി സൂചകങ്ങളായ വാചകങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവയോടെല്ലാം ഞങ്ങൾ ഇത്തരുണത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് ഞങ്ങൾ കടക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അച്ഛാ, ഈ പഴയ പാട്ടിൻ്റെ മനോഹാരിത നമ്മൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അതെ, വളരെ ഭംഗിയുള്ളതും നമ്മുടെ മനസ്സിനെ അത്യധികം സ്വാധീനം ചെലുത്താവുന്ന ഗാനങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തീയ ഗാനങ്ങൾ അത്രയധികം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഗാനങ്ങളാണ് പഴയകാല പാട്ടുകൾ. അവയിൽ ഏറ്റവും പ്രധാനമായ ഒരു പാട്ടാണ് സാധു കൊച്ചുഞ്ഞുപദേശിയുടെ ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നതായിരുത. എനിക്ക് തോന്നുന്നു മലയാളി ക്രൈസ്തവ സമൂഹം ഇത്രയധികം പാടിയിട്ടുള്ളൊരു പാട്ട് ഉണ്ടോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതുപോലെ മനോഹരമായ പാട്ടാണ് അത്. എല്ലാ കാലത്തും പാടിക്കൊണ്ടിരിക്കുന്നൊരു പാട്ടാണ് അത്. കുരിശീകരണ സമയത്ത് മാത്രമല്ല, ഭവനങ്ങളിലും അല്ലാതെ ആരാധനയ്ക്കും ഈ കൺവെൻഷൻ യോഗങ്ങളിലും ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ് ഈ ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നതായിരുന്നു. അപ്പോൾ ഈ പാട്ടിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു അഭിപ്രായം ഒന്ന് പറയാം. എൻ്റെ പരിമിതമായ വായന അനുഭവം വെച്ചുകൊണ്ട് പറഞ്ഞാൽ, മലയാളത്തിലെ ഏറ്റവും മികച്ച കുരിശ് ധ്യാനം എന്ന് പറയുന്നത് സാധു കൊച്ചുഞ്ഞുപദേശിയുടെ ഈ കീർത്തനമാണ്. ഇതിനെ ഗാനം എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് കുറേ കൂടെ യോജിപ്പിച്ച് കവിത എന്ന് പറയുന്നതാണ്. ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കവിതയാണ് ഇതെന്ന് പറയുന്നത്. ക്രിസ്തീയ ആധ്യാത്മികതയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ക്രൂശൻ മരിച്ച ക്രിസ്തുവാണ്. അപ്പോൾ ക്രൂശൻ ഒഴിവാക്കേണ്ട ഒരു ക്രിസ്തീയ രക്ഷാസിദ്ധാന്തം ഇല്ല എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തു എനിക്ക് ആരാണ്, കുരിശ് എനിക്ക് എന്താണ് എൻ്റെ അർത്ഥമാക്കുക എന്ന് സാധു കൊച്ചുഞ്ഞുപദേശി വളരെ വ്യക്തമായിട്ട് ധ്യാനിച്ചുകൊണ്ട് രചിച്ചിരിക്കുന്ന ഒരു കീർത്തനമാണിത്. ഈ കീർത്തനം തികച്ചും ആത്മനിഷ്ഠമാണ്. അതതിൻ്റെ പ്രത്യേകത സബ്ജക്റ്റീവാണെന്ന് പറയാം. കാരണം വസ്തുനിഷ്ഠമായിട്ട് ക്രൂശിനെ കാണാം, ആത്മനിഷ്ഠമായിട്ടും കാണാം. സാധു കണ്ടിരിക്കുന്നത് ആത്മനിഷ്ഠമായിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു ആരാണ്, എൻ്റെ ജീവിതത്തിൽ കുരിശ് എന്താണ് അർത്ഥമാക്കുന്നതെന്നാണ്. അപ്പോൾ അവിടെ ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം ഉപയോഗിച്ച പദം തന്നെ പ്രാണനാഥൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രാണനാഥൻ പറയുമ്പോൾ ഒരാളോട് തോന്നുന്ന വളരെ അതിരുകടന്നതായ സ്നേഹത്തെയോ ബഹുമാനത്തെയോ, അത് ഇൻറ്റിമസിയെ സൂചിപ്പിക്കുന്ന പദമാണ് ഈ പ്രാണനാഥൻ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ പ്രാണനാഥൻ ഈ ക്രൂശിൽ എനിക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്നു, ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ അതാണ്. അത് ക്രിസ്തീയ രക്ഷാസിദ്ധാന്തമാണ്. അപ്പോൾ അതിൻ്റെ അനന്തരഫലം എന്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞത്. രണ്ട് ഭാഗം തിരിച്ച് പറയുകയാണെങ്കിൽ, ആദ്യ ഭാഗത്ത് കുരിശ് എന്ത്, ക്രിസ്തു എന്ത് എനിക്ക് വേണ്ടി മരിച്ചത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഒരു ആത്മസമർപ്പണത്തിലേക്കാണ് ഇത് കൊണ്ട് അവസാനിപ്പിക്കുന്നു പറയുന്നത്. അപ്പോൾ കഷ്ടതകൾ വന്നാൽ, നഷ്ടങ്ങൾ വന്നാൽ, പീഡകൾ വന്നാൽ, ബുദ്ധിമുട്ടുകൾ വന്നാൽ, ഇതേറി വന്നാലും ക്രൂശിലെ സ്നേഹത്തെ ഞാൻ ഓർമ്മിക്കുമെന്നാണ്. അതായത് ഈ ലോകത്തിൽ ക്രിസ്തുവിന് വേണ്ടി എന്ത് സഹിക്കേണ്ടി വന്നാലും അതെ ക്രൂശിലെ സ്നേഹവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നുമില്ല. അതുകൊണ്ട് ഞാനത് ക്രൂശിലെ സ്നേഹത്തെ ഞാൻ ഓർമ്മിക്കും. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ദൈവകാര്യങ്ങൾ സമർപ്പിക്കുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇതാണ്. അതുപോലെ ഈ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ പൈതലായി ജീവിക്കും ഞാനെന്ന്. അതെ, അതായത് നമ്മുടെ പാപബോധത്തെക്കുറിച്ചൊരു ചിന്ത മനസ്സിൽ വരികയും ഇനി എന്നും ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും ചെയ്യാൻ പറ്റിയൊരു ഗാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഞാൻ സമർപ്പണം എന്ന വാക്ക് ഉപയോഗിച്ചത്. അപ്പോൾ ഒരു വ്യക്തി നോക്കിക്കാണുന്നതായിട്ട് ഈ ഗാനത്തെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഏതായാലും വെച്ചാൽ നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം.
മനോഹരമായ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കുവാൻ ഇടയായി. നമുക്ക് സാധു കൊച്ചുകുഞ്ഞ് ദേശിയുടെ നേരത്തെ പറഞ്ഞ പോലെ അധികം പ്രശസ്തമല്ലാത്ത മറ്റൊരു ഗാനമുണ്ടോ? ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു എന്നൊരു ഗാനം. അത് പലർക്കും അറിയില്ല. കൊച്ചുകുഞ്ഞ് ദേശിയുടെ ഗാനമാണെന്ന് ചിലർക്കറിയാമെങ്കിൽ, പക്ഷേ അത്ര പോപ്പുലറല്ല. ഈ ഗാനത്തിലൂടെ ഒന്ന് പോയാൽ എന്താ വെച്ചാൽ അതിനെക്കുറിച്ച് പറയാനുണ്ട്? സാധു കൊച്ചുകുഞ്ഞ് ദേശിയുടെ ജീവിത സമീപനം ഈ ഒരു പാട്ടിലും ദൃശ്യമാകുന്നുണ്ട്. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമാണ്. സുഖങ്ങൾ മാത്രമാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിലും ദുഃഖങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഈ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തെ എങ്ങനെയാണ് അഭിമുഖീകരിക്കുക? അപ്പോൾ കൊച്ചുകുഞ്ഞ് ദേശിക്ക് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: സകലവും നന്മയ്ക്കായിട്ട് കൂടുകയാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും എപ്പോഴും പ്രായമുള്ളവരൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതായത് നമുക്ക് പൊടുന്നനെ നന്മയ്ക്കാണെന്ന് തോന്നണമെന്നില്ല. എന്നാൽ എല്ലാം കഴിയും ആത്യന്തികമായി വിലയിരുത്തുമ്പോൾ ദൈവം എൻ്റെ നന്മയ്ക്കായിട്ടാണിത് ചെയ്തത്. ബൈബിളിലെ അടിസ്ഥാനപരമായ ഒരാശയമാണ്. ബൈബിൾ കഥാപാത്രങ്ങളുടെയൊക്കെ ജീവിതം നോക്കുമ്പോൾ വളരെയേറെ ദുഃഖങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എന്നാൽ ആത്യന്തികമായി ദൈവം എന്നെ, ജോസഫ് പറയുന്നില്ലേ, എന്നെ നിങ്ങൾക്ക് മുമ്പ് ഇവിടെ ആക്കിയത് ദൈവമാണ് എന്ന് പറയുന്നില്ലേ. ഉപദേശിയുടെ ആ സങ്കല്പമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം എല്ലാം നന്മയ്ക്കായിട്ടാണ് കൂടി വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതാനുഭവങ്ങളെ സമചിത്തതയോടെ കണ്ട്, ഒരു ഭക്തൻ്റെ കാഴ്ചപ്പാടിലൂടെ കണ്ട്, എല്ലാം ദൈവം നന്മയ്ക്കായിട്ടാണ് വ്യാപരിക്കുന്നു എന്ന് പറയുന്ന ഉപദേശിയുടെ മനസ്സിലുള്ള ഒരാശയത്തെ ഒരു ഗാനത്തിലൂടെ സംവേദനം ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ് ഈ ഒരു പാട്ടിൽ. പ്രേക്ഷകരോടും പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ സകലതും അത് നന്മയ്ക്കായി മാറും, അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നു, ഭക്തന്മാരെ എന്തിനലയുന്നു വലയുന്നു. ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നു, ഭക്തന്മാരെ എന്തിനലയുന്നു വലയുന്നു. ഭക്തന്മാരെ എന്തിനലയുന്നു വലയുന്നു. ഞാനോ ഈ ദേവരെ ദൈവമാം പിതാവിൻ്റെ കൈകളിൽ രുചിച്ചതിൽ തിന്മയായൊന്നുമില്ല. കൈകളിൽ രുചിച്ചതിൽ തിന്മയായൊന്നുമില്ല. ശിക്ഷയായി പലതിന്മേൽ വന്നു ഞാനറിയുന്നു, രക്ഷകനടിയന്മേൽ പക്ഷമായി ചെയ്തതെല്ലാം. രക്ഷകനടിയന്മേൽ പക്ഷമായി ചെയ്തതെല്ലാം.
സങ്കടം ബഹുവിധം സാധു ഞാൻ രുചിച്ചതിൽ തൻ കൃപയളവന്നേ അനുഗ്രഹ നിറവേകി തൻ കൃപയളവന്നേ അനുഗ്രഹ നിറവേകി എത്ര നല്ലുടയവൻ കൃമിയാമടിയന്മേൽ ഇത്ര മാതയ തോന്നാൻ ഓർക്കുകയിലൊന്നുമില്ല ഇത്ര മാതയ തോന്നാൻ ഓർക്കുകയിലൊന്നുമില്ല. സ്വർഗമേനിക്കായി തൻ പുത്രനിൽ നൽകിയ ദത്തവകാശമൂർത്തൻ കർത്താവേ വണങ്ങുന്നു. ദത്തവകാശമൂർത്തൻ കർത്താവേ വണങ്ങുന്നു. ഇമ്മാനുവേലിൻ്റെ ചിറകുകൾ വിടരും നീ അമ്മഹാഭാഗ്യദേശ കളിയാനേയോർക്കണേ അമ്മഹാഭാഗ്യദേശ കളിയാനേയോർക്കണേ. ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നു. ഭക്തന്മാരിഹേ എന്തിനലയുന്നു വലയുന്നു. ഭക്തന്മാരിഹേ എന്തിനലയുന്നു വലയുന്നു. മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മനോഹരങ്ങളായ മറ്റ് ചില ഗാനങ്ങളുമായി നമ്മൾ അടുത്ത ആഴ്ചയിൽ കാണും. നന്ദി. ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നു. ഭക്തന്മാരിഹേ എന്തിനലയുന്നു വലയുന്നു. ദൈവം സകലവും നന്മയ്ക്കായി ചെയ്യുന്നു. ഭക്തന്മാരിഹേ എന്തിനലയുന്നു വലയുന്നു. ഭക്തന്മാരിഹേ എന്തിനലയുന്നു വലയുന്നു. ഞാനോ ഈ ദേവരെ ദൈവമാം പിതാവിൻ്റെ കൈകളിൽ രുചിച്ചതിൽ